എന്തു തിന്നും എന്തുടുക്കും എങ്ങനെ പോറ്റും മക്കളെ. ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ഭക്ഷണത്തിൻ്റെ വില നമ്മൾ അറിയുന്നത് മെനു കാർഡ് കണ്ടിട്ടാണ്. മെനു കാർഡിൽ ഓരോ ഭക്ഷണത്തിൻ്റെയും നേരെ അതിൻ്റെ വില കൊടുത്തിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ ഭക്ഷണത്തിൻ്റെ വില? വിശക്കുന്നവനറിയാം എന്താണ് ഭക്ഷണത്തിൻ്റെ വില എന്ന്. ഇന്ന് നമ്മൾ കാണുന്നത് യേശുവും ശിഷ്യന്മാരും കൂടി ഗോതമ്പ് വയലിലൂടെ നടന്നു പോവുകയാണ്. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അത്ര സാധാരണമായ യാത്രയൊന്നും ആയിരിക്കില്ലല്ലോ. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, അതും ബന്ധുക്കളില്ലാത്ത അപരിചിതരായ കുറേ മനുഷ്യരുടെ കൂടെ വചനം പ്രഘോഷിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് ഇങ്ങനെ യേശു ചുറ്റി സഞ്ചരിച്ച പിന്നാലെ അവരും ചുറ്റി സഞ്ചരിച്ചു. അതാണ് സംഭവിച്ചത്. ഇതിൽ ഭക്ഷണത്തെക്കുറിച്ചോ ഉറക്കത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. എവിടേക്കോ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ യേശുവിൻ്റെ കാൽ എവിടെ പതിക്കുന്നോ അതിൻ്റെ പിന്നാലെ പതിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച ഒരു 12 പേര്. ഈ 12 പേരും തീർച്ചയായിട്ടും വിശപ്പിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഏതൊക്കെയോ നിമിഷങ്ങളൊക്കെ വിശന്നിട്ടുണ്ട്. അങ്ങനെ വിശന്നൊരു ദിവസമാണ് ഇന്ന്. നമ്മൾ കാണുന്നത് അവരിങ്ങനെ ഗോതമ്പ് വയലിലൂടെ നടന്നു വന്നപ്പോൾ അവർക്ക് വിശന്നപ്പോൾ അവർ ചെന്ന് കതിരുകൾ പറിച്ചു തിന്നു. അത് സാബത്ത് ദിവസമായിരുന്നു. അതാണ് പ്രശ്നം. കണ്ടപ്പോൾ യേശുവിനിങ്ങനെ പിടിക്കാനായി കാത്തു കുറേ ഫരിസേയർ നിൽപ്പുണ്ടല്ലോ. അവരിങ്ങനെ യേശുവിൻ്റെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുകയാണ്. അവർ നോക്കിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ ഗോതമ്പ് കതിരുകൾ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കുറ്റമാക്കി മാറ്റിയവർ. അത് വലിയൊരു സാബത്ത് ലംഘനം, നിയമത്തേക്ക് എതിർക്കുന്നതാക്കി ഒന്ന് മാറ്റി. പക്ഷെ യേശു കണ്ടത് ആ നിയമത്തെക്കാൾ അപ്പുറം അവരുടെ വിശപ്പിനെയാണ്. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. യേശു എപ്പോഴും ഇൻറ്റൻഷനാണ് നോക്കുന്നത്. ഒരു കാര്യം ചെയ്തതിൻ്റെ ഇൻറ്റൻഷനാണ്. അതാണ് കത്തോലിക്ക സഭയുടെയും ടീച്ചിങ്. സഭ എപ്പോഴും ഒരാളുടെ ഇൻറ്റൻഷനും വെച്ചിട്ടാണ് അയാളുടെ പാപത്തിൻ്റെ കാഠിന്യം അളക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത്, കുമ്പസാരം പഠിക്കുമ്പോൾ എല്ലാ വൈദിക വിദ്യാർത്ഥികളും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പാപത്തിൻ്റെ ഗ്രാവിറ്റി അളക്കുന്നത് ഇൻറ്റൻഷനും വില്ലും കൂടെ ചേർത്തിട്ടാണ്. എന്തുമാത്രം ഇൻറ്റൻഷൻ അയാൾക്ക് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, എന്തുമാത്രം വില്ല് അതിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് പൂർണ്ണ അറിവും സമ്മതത്തോടും ചെയ്യുമ്പോഴാണ് അതൊരു പാവമായി മാറുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് ഇൻറ്റൻഷൻ ക്ലിയർ അല്ലെങ്കിൽ, ഇതെവിടെയെങ്കിലും ഒരിടത്ത് പൂർണ്ണ അറിവോ സമ്മതമോ ഇല്ലാതായാൽ അത് പാപത്തിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കും. അതാണ് പ്രത്യേകത. ഇവിടെ നോക്കുമ്പോൾ അവൻ്റെ ഇൻറ്റൻഷൻ വളരെ കൃത്യമായിരുന്നു. അവർക്ക് വിശന്നു, അതുകൊണ്ട് അവർ വേറൊന്നും ചിന്തിച്ചില്ല. അവർക്ക് വിശപ്പ് മാറ്റാനായിട്ട് അവർ കഴിച്ചു. അപ്പോൾ അതിന് വേറെന്ത് നിയമമാണ് തെറ്റിക്കാനുള്ളത്? ആ നിയമം പോലും സാധൂകരിക്കപ്പെടുകയല്ലേ. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ചില മനുഷ്യരൊക്കെ ഒത്തിരി നിയമം തെറ്റിക്കുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ ചിലപ്പോൾ സാധൂകരിക്കപ്പെടും. ഒരു ആംബുലൻസ് മുമ്പിൽ പോകുമ്പോൾ ആംബുലൻസിന് എവിടെയാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളത്? അങ്ങനെയൊക്കെ തന്നെയാണ് ചിലർക്കൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. കാരണം ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ചില മനുഷ്യരൊക്കെ പെരുമാറുന്നത് അത് ആ സാഹചര്യത്തിൽ ആരായാലും ചെയ്തു പോകുന്ന ചില അനുഭവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിനിടയിലും മനുഷ്യരെ വിധിക്കുന്നതിന് മുമ്പ്, കുറ്റം ആരോപിക്കും മുമ്പ് നമ്മൾ ഓർക്കേണ്ടത് അവരുടെ ഇൻറ്റൻഷനാണ്, അവരുടെ വില്ലാണ്. പൂർണ്ണ അറിവും സമ്മതവും എന്തുമാത്രം അതിൽ കലർന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുമ്പോൾ മനുഷ്യരെ കുറച്ചും കൂടി മനസ്സിലാക്കാനും അവരുടെ പക്ഷം ചേരാനും നമുക്ക് സാധിക്കും. ക്രിസ്തുവിനെ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ താങ്ങാൻ ഒരുവനുണ്ടേ, എന്നെ പുലർത്താൻ ഒരുവനുണ്ടേ, എന്നെ നടത്താൻ ഒരുവനുണ്ടേ. ആ ഒരുവൻ യേശുനാഥൻ. അസാധ്യമെല്ലാം കഴിയുന്ന നാഥൻ. ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാ. അസാധ്യമെല്ലാം കഴിയുന്ന നാഥൻ. ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകരുണ്ടേ, നല്ലൊരു മോചകരുണ്ടേ, യഹോവായീരേ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകരുണ്ടേ, നല്ലൊരു മോചകരുണ്ടേ, യഹോവായീരേ. മെയ്യാകെ തളർന്നിടുമ്പോൾ, മനമാകെ ഉലഞ്ഞി
ഉലഞ്ഞിടുമ്പോൾ മെയ്യാകെ തളർന്നിടുമ്പോൾ മനമാകെ ഉലഞ്ഞിടുമ്പോൾ ബാധ്യതയേറെ ആവശ്യങ്ങളേറെ വൈദ്യന്മാർ കൈവെടിഞ്ഞിടുന്നു വരും നാളോർത്തു ഭാരപ്പെടുമ്പോൾ ചിന്താഭാരത്താൽ വലഞ്ഞിടുമ്പോൾ വരും നാളോർത്തു ഭാരപ്പെടുമ്പോൾ ചിന്താഭാരത്താൽ വലഞ്ഞിടുമ്പോൾ മകനേ മകളേ നിന്നെ പുലർത്താൻ യേശുവുണ്ട്. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ, യഹോവായീരേ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ, യഹോവായീരേ. എന്തു തിന്നും എന്തുടുക്കും എങ്ങനെ പോറ്റും മക്കളെ. എന്തു തിന്നും എന്തുടുക്കും എങ്ങനെ പോറ്റും മക്കളെ. ശൂന്യതയിൽ സമൃദ്ധിയായി പുതുവഴി ഇസ്രായേൽ കണ്ടതുപോൽ ഈ ശോധന നന്മയ്ക്കായി താലോലിച്ചു ചേർത്തിടുന്നു. ഈ ശോധന നന്മയ്ക്കായി താലോലിച്ചു ചേർത്തിടുന്നു. യേശുവിൻ വസിച്ചാൽ നിർഭയമായി. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ, യഹോവായീരേ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ, യഹോവായീരേ. മനുഷ്യവാക്കുകൾ ആധിയും ഭീതിയും യേശുവിൻ രക്തത്താൽ ജയം നേടിടും. മനുഷ്യവാക്കുകൾ ആധിയും ഭീതിയും യേശുവിൻ രക്തത്താൽ ജയം നേടിടും. മിത്രങ്ങളകലും അകലാത്ത മിത്രമായി കൂടെ എന്നും യേശു മാത്രം. ഇനിയുള്ള കാലമെല്ലാം എൻ ദൈവത്തെ ആരാധിക്കും. ഇനിയുള്ള കാലമെല്ലാം എൻ ദൈവത്തെ ആരാധിക്കും. യേശുവിൻ മറവിൽ
വസിക്കും നിർഭയമായി. എന്നെ താങ്ങാൻ ഒരുവനുണ്ടേ, എന്നെ പുലർത്താൻ ഒരുവനുണ്ടേ, എന്നെ നടത്താൻ ഒരുവനുണ്ടേ. ആ ഒരുവൻ യേശുനാഥൻ. അസാധ്യമെല്ലാം കഴിയുന്ന നാഥൻ, ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാ. അസാധ്യമെല്ലാം കഴിയുന്ന നാഥൻ, ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ, യഹോവായീരേ. നല്ലൊരു നാഥനുണ്ടേ, നല്ലൊരു പാലകനുണ്ടേ, നല്ലൊരു മോചകനുണ്ടേ,